അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഇന്നത്തെ വഅദ് കബൂലാക്കട്ടെ. കബൂലാകണമെങ്കിൽ ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ടായിരുന്നു. ആ 3 ഗുണം ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാഅല്ലാഹ് ചെയ്യോ ചെയ്യോ. ഒന്ന് രഹസ്യമായും പരസ്യമായും ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. പിരിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നൽകട്ടെ. ജീവിതത്തിൽ ചെയ്യണം, രഹസ്യമായും പരസ്യമായും. നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, അവൻ ഒരു നേരത്തെ നിനക്ക് 100 കൊടുക്കാനില്ല, 10 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ സദക്ക, അത് അവനവന്റെ കഴിവനുസരിച്ച് അള്ളാഹു നൽകട്ടെ. 2 സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പരലോകത്തിൽ നിന്റെ പ്രതിഫലം നൽകണേ അള്ളാഹുവേ. പടച്ചവനെ ഒരു സ്വർണ്ണ മോതിരം അസുഖക്ഷിപ്പയാവൻ. ആരും എഴുന്നേക്കോടെ 3 കാര്യം പറഞ്ഞു തരട്ടെ. 3 കാര്യം പറഞ്ഞു തരട്ടെ. 1 സദഖ ചെയ്യുക. 2 ആണുങ്ങൾക്ക് ഇപ്പൊ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം മാറി കിടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ വസ്ത്രം മറച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ളാഹി അങ്ങനെ തന്നെ ഇരുന്നു. വെളിവായ ഭാഗം റസൂലുള്ളാഹി മറച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വസ്ത്രം എടുത്തിട്ട് ആ വെളിവായ കാലിന്റെ ഭാഗം മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അബൂബക്കർ വന്നപ്പോ മറച്ചില്ല, ഉമർ വന്നപ്പോ മറച്ചില്ല റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ എന്തേ നബിയേ നിങ്ങൾ മറച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കാരണത്താൽ മാറി നിൽക്കുന്ന മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നാണം കാണിക്കണ്ടേ? ഏറ്റവും വലിയ ലജ്ജയുള്ള സഹാബി, കാമിലുൽ ഹയാഇ വൽ ഈമാൻ, ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള പുരുഷൻ. നമ്മൾ സ്ത്രീകളുടെ ലജ്ജയെ കുറിച്ച് വലുത് പറയും. ഞാൻ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ, ഘടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ, പുരുഷന് ലജ്ജ വേണം എന്ന് പറഞ്ഞ ഇത്തിരി പണം കൂടി ഒന്ന് ഗൾഫിൽ പോയി വന്ന രാവിലെ കെട്ടിക്കാറായ പെമ്മക്കളുണ്ടെങ്കിൽ ബർമുട ഇട്ടോട്ട് വാപ്പ നടക്കരുതെന്ന് ചുരുക്കും. എനിക്ക് പണമുണ്ട്, എനിക്ക് അത്യാവശ്യ സാമ്പത്തികമുണ്ട് എന്ന് 4 പേര് അറിയാതെ ഇപ്പോഴത്തെ അടയാളം എന്താ? ബർമുട. എനിക്ക് പണമുണ്ട്, ഞാൻ ഗൾഫിലാണ്, അത്യാവശ്യമൊക്കെ ആയി എന്നറിയിക്കാനുള്ള സിമ്പൽ ഏതാ? പെണ്ണിനല്ല, പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. ലജ്ജയുള്ള പുരുഷനാണ്. 3 ഗുണപാഠം ഇന്ന് പഠിച്ചിട്ട് പോയി. 2 ദിക്ർ പഠിച്ചില്ലേ? മറന്നാ? ഇന്നത്തെ പറഞ്ഞ 2 ദിക്റും പഠിച്ചു, 3 ഗുണപാഠവും പഠിച്ചു. ഇത് ഇൻഷാ അല്ലാഹ് ജീവിതം. 1 സദഖ കടിയുന്ന പോലെ ചെയ്യും. എല്ലാ സദസ്സിലും ചെയ്യും. വെള്ളിയാഴ്ച പള്ളിയിൽ വക്കറ്റ് വരുമ്പോ ഒടുക്കത്തിരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരാൾ ഉറക്കമില്ലാത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ എനിക്കൊരു കോടീശ്വരൻ അറിയാം, മഹല്ലൊന്നും പറയില്ല, ഇന്നേ വരെ വെള്ളിയാഴ്ച ആൾ 1 രൂപ ഇട്ടിട്ട്. അയാൾക്കാണെങ്കിലോ എത്ര സമ്പത്തുണ്ടെന്ന്, 2 മക്കൾ ആൺമക്കളാ. സമ്പത്ത് രീതിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എഴുതി അളന്നാ പറ്റൂല. 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ അറിയണം. ആ കല്ല് പോണത് മൂത്ത മോൻ, ഈ കല്ല് പോയി ഇവിടെ ഇളയ മോൻ. അങ്ങനെ തിരിക്കാൻ പറ്റും. അത്രയ്ക്ക് സമ്പത്ത്. അള്ളാഹു സദക്കയുടെ സ്വഭാവം തരട്ടെ. 2 ലജ്ജ വേണം. ചെറുപ്പക്കാരൻ ലജ്ജ വേണം. ഈ ഇന്നർ വെയർ മുകളിലും പാന്റ് താഴെയും കിടക്കുന്ന ഈ ആഭാസം അവസാനിക്കും. അള്ളാടെ റഹ്മത്തിന്റെ മട്ടുണ്ടാവില്ല. പിന്നെ ഇമാതിരി എന്താ അതിന്റെ പേര്, മുടി ഇങ്ങനെ വെക്കണ സാധനം. ഈ കാന്തം മണ്ണിലിട്ടാ സാധനം ഇരിക്കണവരെ ഇരിക്കില്ല മുടി. എന്താ അതിന്റെ പേര്? സ്പൈക്ക്. അതെ, സ്പൈക്ക് ചെയ്യുക. ഈ ആഭാസം നിർത്തണം. പള്ളിയിൽ പോയാൽ പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു പുരുഷൻ മാന്യമായ രീതിയിൽ ചെറുപ്പക്കാരെ വേഷവിധാനം ചെയ്യണം. ഇത് ആഭാസമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നോക്കൂല. ഇതിന്ന് മാറണം. ചെയ്യോ. 1 സദഖ, 2 ലജ്ജ, 3 ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാല് പൊട്ടിക്കരയുമായിരുന്നു. പൊന്നുമോനെ, ഒരു സ്വഭാവം ഉണ്ടാക്കണം. നാളെ മുതൽ സ്വർഗം ഉറപ്പിച്ച മുത്തക്കിയാണ് നീ. നിന്റെ പള്ളിപ്പറമ്പിലെ ഖബർ കാണുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ചാലിട്ടെടുക്കണം.
വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതു ചേർത്ത് മണ്ണതിനാലെ മറമാടും കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നാളെ സേരിൽ പുതിയാപ്പിളയെ പോലെ കണ്ണില് സുറുമയിട്ട് കുന്തിരിക്കവും വെച്ച് ഒരിക്കലും മണ്ണ് പറ്റാത്ത വെള്ളത്തുണിയിട്ട് കബറിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നതെന്താ? വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പടച്ചവനെ, 6 അടി മണ്ണിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നത് കല്ലും മണ്ണുമല്ലേ? അന്ന് മുസാഫഹത്ത് ചെയ്യാൻ നിന്നവരെവിടെ? അഹമ്മദ് കബീർ 6 അടി ഒന്നും ഉണ്ടാവില്ല. കിളയ്ക്കുമ്പൊരൽപ്പം കല്ല് കണ്ടാൽ വെട്ടുന്നവരൽപ്പം മാറ്റും. 6 അടി കുറഞ്ഞു, 6 അടിയില്ല. വെട്ടിയപ്പോ കല്ല് കണ്ടന്തറയിലെ പള്ളിയില് വെട്ടുന്നവര് തൂമ്പൊരൽപ്പം ഇങ്ങോട്ട് മാറ്റി. 6 അടി പോലും ഇല്ല. മലന്നിങ്ങനെ കിടക്കുകയാണ് അഹമ്മദ് കബീർ. കാത്ത് പ്രസംഗത്തിന് കാത്തിരുന്നത് എവിടെ? മുസാഫഹത്ത് ചെയ്തവരെവിടെ? ഉസ്താദ് എന്ന് പറഞ്ഞു പുറകെ നടന്നവരെവിടെ? കാത്തിരുന്ന മക്കളെവിടെ? കെട്ടിപ്പിടിച്ച ഭാര്യ എവിടെ? അല്ലാഹുവേ, മരണം പറയാതെ ഞാൻ അവസാനിപ്പിക്കാറില്ല. എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രഭാഷകൻ വന്നിട്ടുണ്ട്. എന്തോ ഒരു വകതാണ്, എന്തോ ഒരു വകതാണ്, എന്തൊരു പ്രസംഗമാണ് നബിയെ. ജനലക്ഷങ്ങൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാ. റസൂലുള്ള ചോദിച്ചു, ആ പ്രസംഗിക്കുന്ന ആളും മരണത്തെ കുറിച്ച് വകത് പറയുവോ? ഇല്ല നബിയെ, മരണത്തെ കുറിച്ച് പറയാറില്ല. എന്നാ അയാള് നല്ല പ്രഭാഷകനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഞാൻ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അള്ളയുടെ നല്ല പ്രഭാഷകനാക്കട്ടെ, ഇഹത്തിലും പരത്തിലും, ഇഹത്തിലും പരത്തിലും. അല്ലാഹുവേ, അഹമ്മദ് കബീർ മലന്ന് കിടക്കാണ്. പലക വെച്ചിട്ട് മുകളിൽ പലക വെച്ചു. ഒരു ചെറിയ സുഷിരം കണ്ടു. ആളുകൾ പറഞ്ഞു, ആ ഊട്ട കൂടെ അടയ്ക്കുക. പലക വെച്ചടച്ചു. പലകയുടെ ഇടയിൽ ഒരു വിടവ്. അവിടെ മണ്ണ് ഉടച്ചിട്ട് അടയ്ക്കും. മണ്ണ് താഴോട്ട് വീഴാൻ പാടില്ല. ഒരു ശ്വാസം പോലും അകത്തോട്ട് വരാത്ത രാത്രിയിൽ പൊന്നുമോനെ, പൊന്നുമോനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ഖബർ കണ്ടിട്ട് കരയുന്നത്? എന്തിനാ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനല്ലയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി പറഞ്ഞ് ഞാൻ തിരിയുകയാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടി ഒന്നാമത്തേതാണ്. ഖബറിൽ രക്ഷപ്പെട്ടോ, സിറാത്ത് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, ഹിസാബ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, അർശ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിന്റെ ആദ്യത്തെ കവാടം ഖബറാണ്, ഖബറാണ്, ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുമാ വിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹുവേ, ഞങ്ങളെ ഖബറി രക്ഷിക്കണേ. അല്ലാഹുവേ, ഒരൊറ്റ വഴി ഖബർ കാണുമ്പോ കരയുക. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ.